ഹായ് ഗൈസ്, നമ്മുടെ ഇന്ന് 23 ബുധനാഴ്ച നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം 7:30 ആയിട്ടുള്ളൂ. സാധാരണ 8 മണി 7:30 8 മണിക്കാണ് ഇറങ്ങാറ്. 8 മണിയാവും നല്ലത്, കാരണം ഞാൻ ഇവിടെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഇറങ്ങും നല്ല ബ്ലോക്ക് ആയിരിക്കും. ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് അടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ 8 മണിയാവാൻ കാത്ത് കയറും കൂടുതലും. എന്തായാലും ഓണാക്കി വെച്ചിട്ടുണ്ട്, ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ടെന്നും അതേപോലെ തന്നെ ഒരു ഓട്ടത്തിൽ എത്ര കിട്ടുന്നുണ്ട്, എത്ര കിലോമീറ്റർ ആണ് ഓട്ടം എന്നുള്ളതൊക്കെ. എന്തായാലും ഞാൻ അതും കൂടി ഉൾപ്പെടുത്താം. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഏത് വണ്ടിയാണ് ഊബർ ഓർഡർ എടുക്കുക ഏറ്റവും നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ വാഗനറാണ് കേട്ടോ. എ സിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയ റെഗുലേറ്ററാണ് എ സിൻ്റെ ഉള്ളത്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം, ഡ്രൈവ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പിന്നെ ഡിസയർ കുഴപ്പമില്ല, പക്ഷേ ഡിക്കി സ്പേസ് ഇതിൻ്റെ അത്ര ഇല്ല. അതിന് ഒരു എയർപോർട്ടോട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിക്കി സ്പേസ് ഇതിന് അത്യാവശ്യം കിട്ടും, ഡിസയറിന് തീരെ കിട്ടത്തില്ല. ആ ഒരു വിഷയമുണ്ട്. ഈ ചെറുവണ്ടികൾ നോക്കുകയാണെന്ന് വെച്ചാൽ അതാണ് നല്ലത്, ഈ 2 വണ്ടി എടുക്കാവും നല്ലത്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഓണാക്കി വെച്ചതായിരുന്നു, ഇവിടെ തന്നെ അടിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് പോകാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കിത് റെനൈമിഡി സിറ്റിയിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളത് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിലും ഓക്കെയാണ്, അങ്ങനെ പോവുകയാണെങ്കിലും ഓക്കെയാണ്. അങ്ങനെ പോയാൽ അങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ടൈം കിട്ടും, പിടിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ പോകും. കുറച്ച് ബ്ലോക്ക് പെട്ടുള്ള സീനില്ല, സംഭവം നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അതാണ്. അപ്പോൾ ഞാൻ ചുമ്മാ നമ്മളെ കമ്പനിക്കാരനെ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാപ്പ് ഇട്ട് നോക്കടാന്ന്. ഞാൻ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ എന്താണ്, ഏകദേശം കാക്കനാടിലേക്ക് 1 മണിക്കൂറുണ്ട്, 43-45 മിനിറ്റാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താ ഇനി കസ്റ്റമർ എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഗൈസ്. സംഭവം ഒരു ബൈക്കാരൻ എൻ്റെ ബാക്കിൽ കൊണ്ടു കയറ്റിയിട്ടുണ്ട്. അവൻ ഒരു ഫ്രണ്ടിലേക്ക് വരുന്നേ ഇല്ല. ഞാൻ നമ്മളെ റൂമിൽ കണ്ട് കയറിനോടുന്നു, മെയിൻ റൂട്ടിന് കയറിനോടുന്നു, നമ്മളെ നോക്കിയാന്താ റോഡിലേക്ക് കയറിനോടുന്നു. അവൻ എത്ര ഞാൻ നോക്കിയിട്ട് അവൻ ഫ്രണ്ടിലേക്ക് കയറുന്നില്ല. ഞാൻ വണ്ടി നിർത്തി എന്തെങ്കിലും പറ്റിയതും പുള്ളിക്കാരൻ പറ്റിയതെന്നൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേൾക്കുന്നത്. എന്തായാലും വണ്ടി തട്ടുമുട്ട് ഉറപ്പാണല്ലോ. പക്ഷെ പുള്ളി മൈൻഡ് വയ്യുന്നില്ല, ബാക്കിൽ തന്നെ നിൽക്കുക, വണ്ടിക്ക് വരുന്നേ ഇല്ല. ഇപ്പം എന്തായാലും ഞാനത് ഒഴിവാക്കി. എന്താ വലിയ തട്ടലാണെന്നുള്ള അവിടെ എത്തിയിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. ഹായ് ഗൈസ്, നമ്മുടെ കസ്റ്റമറാണത്. നമ്മൾ എങ്ങോട്ടാണോ ഓട്ടം കിട്ടരുതെന്ന് വിചാരിച്ച് അങ്ങോട്ട് തന്നെയാണ് ഫസ്റ്റ് ഓട്ടം കിട്ടിയിട്ടുള്ളത്, കാക്കനാട്. നമ്മളിത് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു. ഒരു മിനിറ്റ്. ഓക്കെ, കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് കിട്ടിയ ഫെയർ എന്ന് പറയുന്നത് 205 രൂപയാണ്. 205.13 കിലോമീറ്റർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഒറ്റ മിനിറ്റ്. കിലോമീറ്റർ 8 കിലോമീറ്ററിന് 205 രൂപയാണ് ഇപ്പോൾ ഫെയർ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് കാക്കനാട് ഏരിയയിലുണ്ട്. അതേ അടുത്ത ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കാണാം. എടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലല്ല, അമൃത നഗർ എന്താണെന്ന് വേണ്ടത്. എന്തായാലും ഞാൻ പുള്ളിക്കാരനൊന്ന് എടുത്ത വഴി ഉണ്ട് പുള്ളി. അങ്ങനെ കാണിച്ച് എങ്ങനെയാണ് അപ്പോൾ ഈ 2ാമത്തെ ട്രിപ്പും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, 700 മീറ്റർ അപ്പുറത്താണ് നമ്മുടെ കസ്റ്റമർ നിൽക്കുന്നത്. കുറച്ചും കൂടി വണ്ടിക്ക് ഇടാണെന്ന് എനിക്ക് എടുത്തു പോയിരുന്നു. ഓക്കെ, താങ്ക് യു. വലിയ ഒരു ഗട്ടറുണ്ട് കേട്ടോ. ഫുൾ ലോക്കാണ് ഗൈസ്, വളരെ മോശം റോഡ്, വലിയ ഗട്ടർ, കണ്ണൂർ പൊട്ടി കാണുന്നില്ല. ഓക്കെ, ഈ വെള്ളം നിൽക്കുന്ന കാരണം ഗട്ടറിൻ്റെ ആഴത്തിലുണ്ടെന്ന് അറിയുന്നില്ല. വയ്യ അങ്ങനെ എടുത്ത് പോകുമ്പോഴും വലിയ ചാട്ടം ചാടുന്ന ഫീലാണ് കിട്ടുന്നത്. അപ്പം എന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അമൃത നഗറിക്കാണ് കിട്ടിയിട്ടുള്ളത്. അമൃത ഹോസ്പിറ്റലിൽ കുറച്ച് ചുറ്റുവട്ടത്തന്നെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം.
ചേടാ ആവശ്യം നേരത്തെ നോക്കുമ്പോൾ നെങ്ങൂലല്ലോ. അതായത് 13 കിലോമീറ്ററിന് 225 രൂപ. 24.24 25 ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഫെയർ കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കാരനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇനി എന്താ പറയുക, ഇനി ഈ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡാക്കാൻ പറ്റിയ ഏരിയ ഉണ്ടെങ്കിലേ നല്ല സൈഡാക്കിട്ടെ. ആ ഹോളെ ഞാൻ പറയുന്നില്ല, അവൻ എന്ത് ചെയ്യാ, വേറെന്താ പറയുന്ന ഗൈസ്. അപ്പം എന്നാൽ മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിതൊരു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 300 മീറ്റർ ഉണ്ട് ദൂരത്തേക്കാണ് കസ്റ്റമർ നിൽക്കുന്നത്. അപ്പോൾ അത് കസ്റ്റമർ എടുക്കാൻ പോവാണ്. ദുരന്തം പിടിച്ച സ്ഥലമായിരുന്നു ഗൈസ്. അത് നമ്മൾ കസ്റ്റമറെ വിളിക്കാൻ പോവാണ്. ഒരു ചെറിയൊരു പുള്ളി ബാക്കിൽ പുള്ളി തന്നെയാണെന്ന് വിചാരിക്കുന്നു. കട്ട് ചെയ്തു, അതേ കോള് കട്ട് ചെയ്തല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിലാണുള്ളത് കേട്ടോ. ഇപ്പോൾ പറഞ്ഞുതരാം റേറ്റും കാര്യവും. ഒരു മിനിറ്റ്. അതായത് നമുക്ക് കിട്ടിയത് 479 രൂപ 41 പൈസ. 25 കിലോമീറ്റർ 25 കിലോമീറ്ററിന് 479 രൂപ 41 പൈസ. എത്ര മിനിറ്റാണ് ഓടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ 45 മിനിറ്റ് റണ്ണിങ്. അത് ഞാൻ അവർ വിളിക്കും കറക്റ്റ് 45 മിനിറ്റ് റണ്ണിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണിക്കുന്നത് 35 മിനിറ്റ് എന്നാണ്, 39 മിനിറ്റ് എന്നാണ്. അതിൻ്റെ ബുട്ടൻസ് എന്താണെന്നുള്ള എനിക്കറിയില്ല. ഇരിഞ്ഞാലക്കൂടെ നമുക്കൊരു ഇരിഞ്ഞാലക്കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് അതിനുള്ളിൽ തന്നെ എവിടുന്നാന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. അനൂപ് വിളിച്ച ഫോൺ എടുത്ത് മതിയായിരുന്നു ഈശ്വര, അല്ലെങ്കിൽ ആകെ സ്വീപ്പായി പോകും. ഓമ്പി എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്താ വിഷയം എന്ന് വെച്ചാൽ ടെർമിനൽ 3 ആണോ 2 ആണോ ഒന്നും അറിയില്ല. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങേണ്ടി വരും. ഓമ്പുകാന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഓമ്പുകയെന്ന് പറയാം. ടെർമിനൽ 3. ഓക്കെ, ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയിട്ട് ഇതിനുള്ളിൽ കൂടി കയറേണ്ടി വരുമെന്ന് വിചാരിച്ചു. സംഭവം ടെർമിനൽ 3 ആണ്. പുള്ളി അടുത്തായിരിക്കും. പക്ഷേ ഫോൺ എടുക്കത്തില്ലെന്നേ, അതാണ് വിഷയം. ഇരിഞ്ഞാലക്കൂടെ എവിടെ? തൃശ്ശൂരല്ലേ ഇരിഞ്ഞാലക്കൂടാ? അയ്യോ, എന്തായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ അത് നമ്മൾ ഇരിഞ്ഞാലക്കൂട എത്തിയിട്ടുണ്ട്. 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, നമ്മളത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1525 രൂപയാണ് ഫെയർ കാണിച്ചത്. എനിക്ക് എത്ര കിട്ടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. 1525 ഫെയർ കാണിച്ചു. 1254 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 44 കിലോമീറ്റർ. എന്താണ് 1 മണിക്കൂറും 14 മിനിറ്റ്. പക്ഷേ 14 മിനിറ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. ഇതിലുള്ള ടൈം മാറ്റുന്നുണ്ട്. കാരണം ഈ നേരത്തെ
എയർപോർട്ടിലേക്ക് ഞാൻ 45 മിനിറ്റ് കാണിച്ചിട്ട് ഇതിൽ ഊബറിൽ കാണിക്കുന്നത് 39 മിനിറ്റ് എന്നാണ്. ക്യാഷ് കളക്ട് കാണിച്ച് 706 രൂപയാണ്. എനിക്ക് 479 രൂപ കിട്ടിയുള്ളൂ. അപ്പോൾ നല്ലൊരു ഫെയർ ഷോട്ട് അവിടെ വന്നിട്ടുണ്ട്. നാളെ എന്തായാലും ഞാൻ വിളിച്ചവിടെ ചോദിക്കുമോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് കാലടിച്ച് പോകുന്നേ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം മാപ്പ് ഇടണം, ഏത് റൂട്ടിലാണ് എത്തുക എന്നുള്ളത്. കാരണം ഓഫാക്കാനായിട്ട് CNG കുറവാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷക്കാർ കിട്ടിയ ഹോട്ടലല്ലേ, അപ്പോൾ CNG കുറവാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആലുവ വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കിലോമീറ്ററാണ് ഗൈസ് കാണിക്കുന്നത് ആലുവയ്ക്ക്. 1 മണിക്കൂർ 9 മിനിറ്റ്. കറക്റ്റ് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ മാതിരി ഇവിടുന്ന് റൈറ്റ് അടിച്ചിട്ട് പോകണം. ചാലക്കുടി വഴി പോകാനാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. അതാകുമ്പോൾ അങ്കമാലി ചാലക്കുടി അത് നല്ല റൂട്ടാണ്. മറ്റേത് വളഞ്ഞ് തിരിഞ്ഞുള്ള റൂട്ടാണ്. ചാലക്കുടി റൂട്ട് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ, മറ്റേത് 43 കിലോമീറ്റർ. 1 മണിക്കൂർ 9 മിനിറ്റും. അങ്കമാലി ചാലക്കുടി ആ വഴി പോകുമ്പോൾ 45 കിലോമീറ്റർ 1 മണിക്കൂർ 9 മിനിറ്റും. സംഭവം 2 മണിക്കൂറിന് മാറ്റേ ഉള്ളൂ. 2 കിലോമീറ്ററിന് മാറ്റേ ഉള്ളൂ. നമുക്ക് ലാഭം എനിക്ക് തോന്നുന്നത് പുള്ളി പറഞ്ഞ മാതിരി ചാലക്കുടി പോകുന്നതായിരിക്കും. കാരണം നല്ല ഹൈവേ ആണല്ലോ അത്, അടിച്ച് കയറി പോവാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ചാലക്കുടി അങ്കമാലി റൂട്ടിലാണ് വന്നത്. ഇപ്പോൾ റോഡ് ക്ലോസ് ചെയ്ത് 500 മീറ്റേഴ്സ്. ഞാൻ ഈ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. 1 ബ്ലോക്കാണ് ഗൈസ്, നീണ്ട് കിടക്കുന്ന ഒരു ബ്ലോക്ക്. എത്ര നേരം പിടിക്കുന്നൊന്നും അറിയത്തില്ല. അതായത് നോക്കാം നമുക്ക് എത്ര നേരമാണ് എന്താണ് എന്നുള്ള അവസ്ഥ എന്നുള്ളത്. 3 ലൈനായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിൽ കയറിയിട്ടാണ് കാണിക്കുന്നത്. അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. എനിക്ക് ആ ഉള്ളേരിയ കൂടി വന്നാൽ മതി. 2 കിലോമീറ്റർ കുറവാണ്. നല്ല റോഡ് ആവശ്യമായിട്ട് അങ്ങനെ കയറിയത്. പോകുന്ന പോക്കിൽ എവിടെന്നെങ്കിലും ഒരു മറ്റേ എയർപോർട്ട് അടിക്കുകയാണെങ്കിലേ കൊലട്ടി. ഞാൻ അങ്ങോട്ട് മറ്റേ ലെഫ്റ്റിൽ കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കത്തെ വണ്ടിക്കാർ ആരും തന്നെ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഈ ബസ്സിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാം. എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഓക്കെ, അതായത് ബാക്കി എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വരാൻ കഴിച്ചു. നമുക്ക് ആ മറ്റേ വഴി തന്നെയായിരുന്നു നല്ലത്. ഇതൊരുമാതിരി ഊമ്പിയ പരിപാടിയായി പോയി ഗൈസ്. മൊത്തം ബ്ലോക്കാണ്. 12 മണി ആയിട്ടുണ്ട്, എന്നാലും ഫുള്ള് ബ്ലോക്ക്. കറക്റ്റ് ഏരിയ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി ഈ ഒരു റൂട്ടിന് ഞാൻ കയറില്ല. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളത് ആലുവ എത്തിയിരുന്നിട്ട് CNG ഒരു കട്ടേ ബാക്കിയുള്ളൂ. ഞാൻ വേറെ എവിടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല എവിടേക്കാണ് ഉള്ളതെന്നുള്ളത്. റിസ്ക് എടുക്കാനും നിന്നില്ല. വേറെ കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ആപ്പ് ഓഫാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് പിടിച്ചു. ഇനിയിപ്പോൾ CNG അടിച്ചൊന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു ചായ കുടിച്ചിട്ട് വേണം നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നെങ്കിൽ ഇവിടെ ആലുവ പോയി കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എടപ്പള്ളി വരുന്ന പോയി കിടക്കണം. നമ്മുടെ ഗൈസ് എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ CNG അടിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒരു കോള് വന്നു. അപ്പോൾ അതിലിങ്ങനെ പോകുന്നു. വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പാലച്ചോട്ടം പോയി ഒന്നും കഴിച്ചിട്ട് അവിടെ കിടക്കാമെന്ന് വിചാരിക്കുന്നു. വലിയ പിന്നെ ദൂരമൊന്നുമില്ല, 10 മിനിറ്റ് ദൂരമല്ലേ ഉള്ളൂ. പിന്നെ ഇതെന്താ ഇവിടെ ഒരു ബ്ലോക്ക്. അപ്പോൾ 650 രൂപയ്ക്കാണ് ഞാൻ CNG ഫില്ല് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഒരു എത്ര കിലോമീറ്ററാണ് ഞാൻ നോക്കിയായിരുന്നു. കിലോമീറ്റർ
പാലാരിവട്ടത്തേക്ക് 9 കിലോമീറ്റർ. പാലാരിവട്ടമല്ല, നമ്മുടെ പാലാരിവട്ടം ഫ്ലൈ ഓവർ താഴേക്ക് 9 കിലോമീറ്റർ. ഒരു 9 കിലോമീറ്റർ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം CNG 500 സംതിങ്ങിന് അടിച്ചിട്ട് ഏകദേശം 2000 ചില രൂപയ്ക്ക് ഓടി. അതിന് പുറമെ ഞാൻ എൻ്റെ പേഴ്സണൽ ഓട്ടോ ഓടി. ഇപ്പോൾ ഈ 43 കിലോമീറ്റർ കാലടിച്ചും വന്നു. 43 53 കിലോമീറ്റർ വിട്ടാ 60 കിലോമീറ്റർ വിട്ടാ 53 കിലോമീറ്റർ ഞാൻ ഇപ്പോൾ കാലടിച്ചു പോകുന്നു. അത്രയൊന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതേ നമ്മൾ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഒന്നും ഇവിടെ നിന്ന് അടിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് വരാം. അതിന് ശേഷം ഞാൻ ഓണാക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു ചെറിയ നീണ്ട കാത്തിരിപ്പിന് ശേഷം ട്രിപ്പ് അടിച്ചത്. നമ്മൾ അവിടുന്ന് വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ല. കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കിട്ടിയില്ല. എനിക്ക് ഉറക്കത്തിൻ്റെ ഇത് വന്നപ്പോൾ ഞാനതൊന്ന് 5 മിനിറ്റ് ഇരുന്ന് ഓഫാക്കിയിട്ടിട്ട് ഒന്ന് കടന്നു. എന്നിട്ട് ഒരു 3 മണിക്ക് ഓണാക്കി. 3 മണിക്ക് 2:45 ഓണാക്കി. 1 മണിക്ക് കടന്നിട്ട് 2:45 ഓണാക്കി. 1 മണിക്കൂറൊന്ന് കടന്നു. വെറുതെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സമയം ഏകദേശം 4:39. ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അടിച്ചത്. നമ്മൾ കസ്റ്റമർ എടുക്കാൻ പോവാണ്. ആയൊക്കെ ആകെ നിറയാണ്. അപ്പോൾ ആ ഓട്ടോ നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു. 121 രൂപ പോയിൻ്റ് 75 പൈസ ഓട്ടത്തിന് എനിക്ക് ഫെയർ കിട്ടിയത്. 5 കിലോമീറ്ററിന് 5 കിലോമീറ്ററിനാണ് ഈ 121 രൂപ കിട്ടിയത്. 5 കിലോമീറ്ററിന് 121 രൂപ. ഞാൻ 121 കാൽക്കുലേറ്റ് ചെയ്തോട്ടെ എത്രയാണ്. 121 ആയിരിക്കണം. ഇല്ല, കിലോമീറ്റർ ചാർജ് നോക്കുമ്പോൾ 24 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ നഷ്ടമെന്ന് പറയാനില്ല. പിന്നെ പിള്ളേർക്കാണെങ്കിൽ വഴിയും മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് മറ്റേ ഇത് കൊടുക്കണം. അവർക്ക് എന്താ പറയുക, ഫ്രണ്ടിലേക്കാണ് അവർക്ക് പോകേണ്ടത്. അത് കൊടുത്തത് പ്ലാറ്റ്ഫോം 2 ആണ് കൊടുത്തത്. ബാക്ക് സൈഡിലെ കാണിച്ചത്. നമ്മൾ ചോദിച്ചാൽ പറഞ്ഞ് നമ്മൾ അറിയില്ല എന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമുക്കിത് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, നമ്മളെ സിവിൽ ലൈൻ റൂട്ടിൽ നിന്ന് പാലാരിവട്ടം ഫ്ലൈ ഓവറിന് കഴിഞ്ഞ് പോകണം. നമ്മൾ അങ്ങോട്ട് നമ്മുടെ കാക്കനാട് റൂട്ടിൽ കയറിയിട്ട് അടിച്ചത്. ഇവിടെ ഒന്നും വണ്ടി ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ്റെ ആണ് എനിക്കത് അടിച്ചത്. ചെറുതായിട്ട് ഞാൻ അവരെ നനച്ചോന്ന് സംശയമുണ്ട്. ഇല്ലെന്ന് വിചാരിക്കുന്നു എന്തായാലും. അപ്പോൾ ഗൈസ് ആ ട്രിപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. എനിക്കത് 3 പോയാൽ 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 7 മിനിറ്റ് റണ്ണിങ് ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യുമോ എനിക്ക് സംശയമുണ്ട്. കാരണം അത് കുറച്ച് ദൂരം ഓടുള്ളതുകൊണ്ട് ജർമ്മനിയുടെ ആൾക്കാരാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും പോയി നോക്കാം ഗൈസ്. ഇത് പശുവാണോ അതോ കാളയാണോ എന്താണെന്ന് അറിയത്തില്ല. അതിനെ കൊണ്ടുപോകലാണ്. അറുത്ത് പീസാക്കിയിട്ടുണ്ട് ഓപ്പണായിട്ട്. അതായത് ആ ഒരു ഗുഡ്സ് ഹോട്ടൽ ഓപ്പണാക്കി ഇട്ടിട്ട് ഒരു കവറിങ് എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്യാമായിരുന്നു. ഒരു ദാർപ്പായകലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടെങ്കിലും കൊണ്ടുവരും. വൃത്തിയും വെടുപ്പില്ലാത്ത രീതിയിൽ ഇത്രയും മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലാത്തൊരു കാഴ്ചയായി പോയി ഗൈസ്. അത് ഗൈസ് ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ ഈ ട്രിപ്പിൻ്റെ 220 ക്യാഷ് കളക്ട് കാണിച്ചത്. ഒരു മിനിറ്റ് അപ്പോൾ പറഞ്ഞുതരാം. 220 ക്യാഷ് കളക്ട് കാണിച്ചത്. 184 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. 11 കിലോമീറ്റർ 184 രൂപ. അപ്പോൾ എന്നാൽ അടുത്ത ട്രിപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാൻ. ഓക്കെ, ആ ട്രിപ്പ് എടുത്തതിൻ്റെ ശേഷം കാണാതെ നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. റോയൽ നെറ്റ്സ് KRA 160. ഇവർ ഈ ലൊക്കേഷൻ കൊടുക്കുന്നതും ഇതും തമ്മിൽ മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം കേട്ടോ. അഭിഷേക് എന്നാണ് പുള്ളിയുടെ പേര്. പറഞ്ഞ അവിടെ നിന്ന് തിരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഓടുക്കുന്നില്ല ഗൈസ്. ഹലോ, ഓക്കെ, ഞാൻ ഡൗട്ടായിരുന്നു ഇതിനുള്ളിൽ തന്നെയാണോ എന്നുള്ളതേ. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 136.50 8 മിനിറ്റ് നേരത്തെ ഓട്ടം, 4.89 കിലോമീറ്റർ. കുഴപ്പമില്ലാത്ത ഫെയർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൃപ്പൂണിത്തുറയ്ക്കായിരുന്നു ഫസ്റ്റ് ആ ട്രിപ്പ് എടുത്തത്. അവിടെ നിന്ന് തന്നെ തിരിച്ച് നമുക്ക് വയറ്റില തമിഴ്നാട് റോഡിൻ്റെ ഇപ്പോഴത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് എടുത്തിട്ട് വണ്ടി നല്ലൊരു അമ്പുണ്ട് കാരണം അവിടെ കണ്ടതില്ല, അടിച്ചിട്ടുണ്ട്. ഓക്കെ, മിനിറ്റ് അവരിവിടെ നിൽക്കുന്ന പോയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ നിൽക്കുന്ന അപ്പുറത്തെ സൈഡിലാണ്. അവൻ അവരെ പോയി പിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മളെ കസ്റ്റമർ ആയിട്ടാണ് പോകുന്നത്. അതായത് ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചെയ്തപ്പോൾ 6.10 കിലോമീറ്റർ, 12 മിനിറ്റ് റണ്ണിങ്, 141.47 പൈസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്യാഷ് കളക്ട് കാണിച്ച് 127 നമ്മൾ ഏണിങ് ആട്ടെ ഞാൻ പറഞ്ഞത്. 141.47 പൈസ. അത് നഷ്ടമാണ്, വലിയ ലാഭമില്ലാത്ത ഒരു കച്ചവടമായി പോയി അത്. പക്ഷേ ഇത് നമ്മൾ തൃപ്പൂണിത്തറ എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തറയ്ക്കായിരുന്നു ട്രിപ്പ്. അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളതിൻ്റെ ബാക്കിൽ കൂടി പേട്ട വന്ന് നിന്നാണ്. ഞാനൊന്ന് ഫോണൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നിർത്തി. അപ്പോൾ നമ്മൾ പേട്ട പമ്പിൻ്റെ മുന്നിലാണ് സാധാരണ നമ്മൾ എത്തിക്കഴിഞ്ഞ് നിർത്താറ്. അപ്പോൾ ആ ഒരു 19 എത്തിക്കണില്ല. നമ്മൾ പേട്ട പമ്പിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അപ്പോൾ ആ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഈ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ലതായിക്കണെയാണോന്നും അറിയത്തില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിന്നേ കുടിക്കും. അത് ശീലമായി പോയത്. ഞാനത് ഇവിടെ നിർത്തുന്നത്. ആ ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഓട്ടം കിട്ടുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോകാൻ എളുപ്പമാണ്. പിന്നെ അപ്പുറത്ത് പോയി യൂട്ടേൺ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗത്തിടാറ്. അപ്പോൾ അത് ഇനി ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഓട്ടോ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാണ് ഓട്ടം കാണിക്കണത്. 262 അങ്ങനെ ഒന്നാണ് ഫെയർ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ കസ്റ്റമർ എടുക്കാൻ പോവാണ്. നല്ല
സൂമ്പി അമ്മമാര് വരെ വന്നിട്ട് പെട്ടെന്ന് ചുരുക്കാൻ ഞാനാണെങ്കിൽ ആ പോസ്റ്റ് നോക്കി ധൃതി പിടിച്ചല്ലേ ഞാൻ കുറച്ചാൽ നിൽക്കട്ടാ അവിടെ തന്നെ നിൽക്കും അവിടെ തന്നെ ഇത് അടുത്ത ഉമ്മ ഞാൻ അവിടെ നിർത്തി തരാം ഞാൻ വെക്കോ ഓരോരോ മൈരാക്കുണ്ടായിരിക്കണം എല്ലാവരും മറ്റേ ട്രിപ്പ് എടുക്കുന്നതും ക്രോസ് ചെയ്യുന്നതും മാത്രമല്ല അധികം കാണാറുള്ളൂ. ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കാണാറില്ലല്ലോ. ഓമ്പിയ ഡ്രൈവർമാരുണ്ട്, അവന്മാരെ കൊണ്ടുള്ള തുരുമ്പ് പറയേണ്ടതാണ്. ആ കാറാരൻ നിർത്തിയിട്ട് പോയതുണ്ടല്ലേ, പിന്നെ മറ്റേ കാറാരൻ അവിടെ നിർത്തുകയാണെങ്കിൽ എനിക്കിരുത്ത് പോകാമെന്നുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ വന്നാറുള്ളൂ. പിന്നെ അവിടെ മറ്റേ ഗുഡ്സ് ഓട്ടോക്കാരൻ വന്നത് അതിനേക്കാളും വലിയൊരു കുണ്ണായി. എന്ത് ചെയ്യാ, അവനെന്തായാലും കസ്റ്റമർ എടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. 150 മീറ്ററാണ് കസ്റ്റമർ എടുത്ത് കാണിക്കുന്നത്. കസ്റ്റമർ ലൊക്കേഷൻ കറക്റ്റ് കസ്റ്റമർ ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വിളിച്ചു നോക്കാം. പുള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. ആ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ഗായ്സ് ഇത് ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. നമുക്ക് 249.82 പൈസയാണ് എൻ്റെ ഏണിങ്സ് ഉള്ളത്. ഒരു എനിക്ക് കാണിച്ചത് 340 രൂപ. അത് എനിക്ക് കിട്ടിയത് 249 രൂപ 82 പൈസ. 15 കിലോമീറ്റർ നഷ്ടമാണത്. 15 കിലോമീറ്ററിന് 249.89 250 തന്നെ. ഓക്കെ, അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ റോഡ് പുള്ളിക്കാരൻ ഗ്യാപ്പ് ഒരു ഇത് കാണിച്ചു തന്നിരുന്നു, ഷോർട്ട് കട്ട് ചെറുതായിട്ടൊന്ന് ഒരുതും ചെയ്തു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ അടുത്ത് ഫാൾട്ടുണ്ട്. പുള്ളിക്കാരുടെ ഭാഗത്തൊന്നും കാര്യമില്ല. പുള്ളിക്കാരൻ ഷോർട്ട് കട്ട് കാണിച്ചു തന്നാണ്. ഞാനൊരു ചേച്ചി കുട പിടിച്ച് വരുന്നുണ്ട്, ഒന്നും കൂടി ചാരി കൊടുത്താണ്. അതാകുമ്പോൾ തെറ്റി ചെറുതായിട്ട് ചെറിയ സ്ക്രാച്ച്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനത് എവിടെ സൈഡാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അവരൊക്കെ വണ്ടി ഉണ്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് കുറച്ച് അപ്പുറത്തേക്കിട്ട് മാറ്റിങ്ങാണ്ടേ സൈഡാക്കിയിടാം ഗൈസ്. അപ്പം എന്നാൽ ഇനി അടുത്ത ട്രിപ്പ് അടിച്ച് കാണാം. ഇതുവരെ ഞാൻ ചായ കുടിച്ചിട്ടില്ല. നിൻ്റെ ഒരു പ്രശ്നം ഇല്ലാതില്ല, വയറ് കാണുന്നുണ്ട്. ഒന്നാമത് എനിക്ക് എവിടെയെങ്കിലും ചായ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്നേ കഴിക്കൂ. ഈ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴത്തെ ഫുഡ് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കാൻ ഇതാക്കുമ്പോഴും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ചായ നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ IMA ഹൗസിൻ്റെ
ഫ്രണ്ടിലുള്ള ആ ഷോപ്പ് ചേക്കന്മാരെ കട, അവിടെ നിന്ന് ചായ കുടിക്കും. ഞാൻ അവിടെ നിന്ന് അങ്ങനെ കുടിക്കാറില്ല, കാരണം അതെനിക്ക് എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ട് അവിടുത്തെ ഫുഡ്. ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കുക എന്ന് വിചാരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് ഓട്ടം കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. സൈഡാക്കാൻ ഒരു സ്പേസ് കിട്ടിയാൽ മതി. തൽക്കാലം ആ ട്രാവലറിൻ്റെ ബാക്കിൽ അങ്ങ് സൈഡാക്കാം. ടാക്സി ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിൽ ആളുണ്ടാവും വിചാരിച്ചാൽ അതിൽ ആളൊന്നുമില്ല. എന്തായാലും ഷോപ്പൊക്കെ തുറക്കണതിൻ്റെ മുന്നേ ഇവിടുന്ന് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കേ ഗൈസ്. ഓട്ടൊന്നും അടിച്ചിട്ടില്ല. ഈ ഒരു ഏരിയ ഓട്ടം ചുറ്റി എന്തായാലും ഓട്ടം കിട്ടുന്നതാണ്, പക്ഷെ ഈ ഏരിയ എന്താ അവസ്ഥ എനിക്ക് അറിയത്തില്ല. ജർമ്മൻ അപ്പോൾ നമ്മളെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റിയിടാന്ന് വെച്ച്. പിന്നെ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്, എല്ലാം ഉണ്ട്. ചെറുതായിട്ട് വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടേ അടുത്തോട്ടം അടിച്ചിട്ട് കാണാം. ഗൈസ്, സമയം ഇപ്പോൾ 8:15 ഞാൻ അവിടെ നിന്നൊക്കെ പയ്യെ നീങ്ങി ഇപ്പോൾ നമ്മുടെ തേവരെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചാലും കുഴപ്പമില്ല, അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നല്ല സൈഡാക്കാൻ പോകണം ഗൈസ്. വിശക്കുന്നുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. വെള്ളത്തിന് കഴിക്കുന്നുണ്ട്, എൻ്റെ കുപ്പിവെള്ളം കഴിച്ച് ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട്. കുറേ നേരമായി ഞാൻ കിടന്ന് ഓടിക്കാൻ മാത്രം പോകാനുള്ള സ്പേസോടെ ഇല്ലല്ലോ. അതിൻ്റെ ഒരു ധൃതി. ഓക്കെ ഗൈസ്, ഞാൻ ഓട്ടം നിർത്തിയിട്ടുണ്ട്, ആപ്പൊക്കെ ഓഫാക്കി. നാളെ കാണാം.